തൃശ്ശൂരിൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ പേരിൽ വൻ മരം കൊള്ള നടന്നതായി വിവരം. വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള പ്രദേശത്തെ മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. എറണാകുളം വിജിലൻസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊള്ള പുറത്തുവന്നത്. എറണാകുളം വിജിലൻസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായ വീണാദേവിയുടെ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന മരം കൊള്ള സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള 18 കിലോമീറ്ററോളം ദൂരത്ത് ഈ മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല പട്ടയ ഭൂമികളിൽ നിന്നും വനംവകുപ്പ് ഭൂമികളിൽ നിന്നും അതിനോടൊപ്പം തന്നെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നിന്നുമെല്ലാം തന്നെ പ്രൊട്ടക്റ്റഡ് മരങ്ങൾ, അതായത് തേക്ക്, ഈട്ടി, ചന്ദനം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള മരങ്ങൾ അത് മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ റോഡ് ഫണ്ട് ബോർഡാണ് ഇത്തരത്തിൽ ഈ ഒരു മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചുമതലകളൊക്കെ ഏറ്റെടുത്തിരുന്നത്. പക്ഷേ അവർ ഈ മരങ്ങൾ പൂർണ്ണമായും മുറിച്ച് വനം വകുപ്പ് വില നിശ്ചയിക്കാതെ മറിച്ചു വിറ്റു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയി എന്നുള്ളതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സർക്കാരാണ്, അതായത് വനം വകുപ്പ്, സോഷ്യൽ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ളവയാണ് ഈ ഒരു മരങ്ങളുടെയൊക്കെ തന്നെ വില നിശ്ചയിക്കേണ്ടത്. പ്രത്യേകിച്ച് തേക്ക്, ഈട്ടി പോലുള്ള മരങ്ങളുടെ ഒക്കെ തന്നെ വില നിശ്ചയിക്കേണ്ടത്. പക്ഷേ ഇവിടെ അത് നടന്നില്ലെന്ന് മാത്രമല്ല, അവർക്ക് ആ മരം അവിടെ നിന്ന് കടത്താനായുള്ള പാസുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വലിയ അഴിമതിയുടെ ഭാഗമായാണ്. ഇതിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. സർക്കാരിലേക്ക് ലഭിക്കേണ്ട കോടികളുടെ പണം അത് ഇല്ലാതായി, അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് നിലവിലത്തെ കണ്ടെത്തൽ. മാത്രമല്ല, ഇത് ഇവിടെ മാത്രമല്ല, മറ്റ് പല ഡിവിഷനുകളിലും സമാനമായ രീതിക്ക് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുന്നു. തൃശ്ശൂർ സെൻട്രൽ CCF-നാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഈ മരമുറി നടന്ന ഇടത്തെ റേഞ്ച് ഓഫീസർമാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.